ഹലോ, വെൽക്കം ടു മൈ ചാനൽ ക്രാഫ്റ്റ് ലുമീസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജേർണൽ സപ്ലൈസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണൽ ബുക്ക്. അപ്പോൾ ഈ ബുക്ക് ഉണ്ടാക്കുന്നതും ബാക്കി ജേർണൽ സപ്ലൈസിൽ കാണിക്കുന്ന എല്ലാ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോയും ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. അപ്പോൾ കുറേ ജേർണൽ സപ്ലൈസൊക്കെ വെച്ചിട്ട് ഞാനൊക്കെ എൻ്റെ ജേർണൽ ബുക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരികെ വെച്ചായിരുന്നു. കാരണം ഒക്കെ ഓരോ സ്ഥലത്ത് വെക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജേർണലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഓരോന്നും ഓരോ സ്ഥലത്താകുമ്പോൾ നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടി ഒരു സ്ഥലത്ത് വെക്കാനാണെങ്കിൽ ഞാൻ വിചാരിച്ചു ബുക്കിൽ വെക്കാമെന്ന്. പിന്നെ അത് എപ്പോഴെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്കിതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ സംഭവങ്ങളും ഓരോന്നിനും ഓരോരോ പേപ്പർ കവർ ഉണ്ടാക്കിയിട്ട് ഓരോന്നും ഓരോ കവറിലിട്ട് വെക്കുകയാണ് ചെയ്തത്. വല്ലതും മനസ്സിലായെന്ന് എനിക്കറിയില്ല. അതായത് ഓരോന്നിനും ഓരോ കവർ ഉണ്ടാക്കി നമ്മളൊക്കെ അതിലിട്ട് വെച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തായാലും നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് കവർ ഉണ്ടാക്കുന്നത്. ഞാൻ ചാർട്ട് പേപ്പർ വെച്ചിട്ടായിരുന്നു കേട്ടോ കവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനിതിൽ ആദ്യം കാണിച്ച പോലെയാണ് കുറേ ഓരോന്നിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് ഞാനിങ്ങനെ എന്താ പറയുക കവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തിനൊക്കെയാണ് അതിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ടൊന്ന് എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഈ കവർ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച പോലെയാണ് ബാക്കിയുള്ള എല്ലാ കവറും ആക്കിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ തേച്ചിട്ട് എന്താ പറയുക ഒന്ന് ഒട്ടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ജേർണൽ സപ്ലൈസൊക്കെ ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നിനും നമുക്ക് സുഖമായിട്ട് വേഗം എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പലതും പല സ്ഥലത്തും ആണെങ്കിൽ തപ്പി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ കവറുകളും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ സാധാ ഒരു പേപ്പർ ഒരു A4 പേപ്പറും ബാക്കി ഫുൾ ചാർട്ട് പേപ്പേഴ്സിൻ്റെ പകുതി പീസും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കവേഴ്സും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ പുറമായിട്ട് ചിലപ്പോൾ കവർ പണ്ടത്തേലൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഴുത്തൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു കവറാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ കണ്ടില്ലേ ഞാനിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. കുറേ ഗ്രിഡും ഈ ജേർണൽ സപ്ലൈസൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിനും എൻ്റെ എന്തിലൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പേരെഴുതി വെക്കാൻ കണ്ടു. ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി എന്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഒക്കത്തിൻ്റെ പേര് നമ്മൾ അങ്ങോട്ട് ആദ്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ഭംഗിയിൽ എന്താ പറയുക ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് കോളാക്കുന്നതിൽ പ്രത്യേകമായ കഴിവുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഞാൻ നല്ലപോലെ കോളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഗ്രിഡിനൊക്കെ ഞാനൊരു ഗ്രിഡ് അവിടെ വരച്ച് നോക്കിയതാണ്. പക്ഷേ എന്തോ ഒരു സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ എന്തൊക്കെയോ കാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഒന്ന് നല്ല ഇസ്തറ്റിക് ആൻഡ് പിൻട്രസ്റ്റി ഒക്കെ ആക്കി എടുക്കാം. പക്ഷേ അതിനൊന്നുള്ള കഴിവ് എനിക്കാരും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ കഴിവുള്ളിടത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുറേ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതി. ഞാൻ എല്ലാത്തിനും ഒരു പിങ്ക് കളർ സ്കെച്ച് വെച്ചിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെയും മുകളിൽ എന്താ പറയുക ജസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ അങ്ങോട്ട് വരച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവില്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് ഞാൻ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കവറുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതിനൊക്കെ പുറമെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാമ്പുകൾ. അത് പിന്നെ കവറിലൊന്നും ഇട്ട് വെക്കണം, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ കവറുകളെല്ലാം തന്നെ സെറ്റ് ചെയ്യും. പല സൈസിൽ പല രൂപത്തിൽ പല വർണ്ണത്തിലല്ല, പല വർണ്ണമൊന്നുമില്ല, ഒരേ വർണ്ണമാണ്. എന്തായാലും നമ്മുടെ കവറും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കിനി ഓരോന്നും ഓരോ കവറിലേക്കായിട്ട് എടുത്തിടാം. തന്നെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു സ്റ്റാമ്പുമാരിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്റ്റാമ്പുകളുടെ കവറിലേക്ക് എടുത്തിടാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് എന്താ കിട്ടിയത്, അടുത്തതായിട്ട് നമ്മുടെ വാഷി ടാപ്സാണ്. അത് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്തത് അല്ലാതെ ഞാൻ കുറച്ചുകൂടി വാഷി ടേപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലത് നീളം കുറവും ചിലത് നീളം കൂടുതലും ചിലതൊരു മിനിമം സൈസൊക്കെ ആയിട്ട് പല പല ഡിസൈനിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ ഗ്രിഡും അല്ലാതെ കുറേ സ്ട്രോബെറിയുമായി സാമ്യം തോന്നിക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനെ ജസ്റ്റ് മടക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഇട്ടുണ്ടായിരുന്നു, അതിൽ കൊള്ളുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ വാഷി ടാപ്പിൻ്റെ കവറും സെറ്റായിട്ടുണ്ട്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം വാഷി ടാപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് ഫ്രെയിംസൊക്കെ ആയിരുന്നു. ഈ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബോർഡർ ചെയ്തിട്ട്, അതായത് ഇപ്പം ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഇങ്ങനെ ബോർഡർ വരച്ചു കൊടുക്കുക, പിന്നെ ഇതിൽ കുറച്ച് ഇലയൊക്കെ വരച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സായിരുന്നു. ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് വരയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനാകെ 3 സ്റ്റിക്കേഴ്സ്, അത്യാവശ്യം വലിയ 3 സ്റ്റിക്കേഴ്സേ വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്കിനി ബാക്കിയൊക്കെ വരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ കവറിൽ സ്റ്റിക്കേഴ്സും ഫിൽ ചെയ്തു.
പിന്നെ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇതാണ് നോട്ട്സ്. അതായത് നമുക്കിങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴെ ലൈനായിട്ടുള്ള സംഭവം. ഇത് ഞാൻ എന്താ കാണിക്കുന്നത് വെച്ചാൽ ഈ പോസ്റ്റർ എന്ന ഇതിലുള്ളതാണ്. കലണ്ടറും പിന്നെ ഈ നോട്ട്സും ഒക്കെ ഞാൻ അതിലാണ് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിലായിരുന്നു തോനെ സാധനം ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് സ്റ്റാമ്പായിരുന്നു. അതിൽ വലിയ സ്റ്റാമ്പും ഉണ്ട്, കുഞ്ഞ് സ്റ്റാമ്പും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാമ്പുകളിൽ നമുക്ക് സ്റ്റാമ്പിൻ്റെ കവറിലിടാം. അതിപ്പോൾ ചോദിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാമ്പിൻ്റെ കവറിലിടാം. പിന്നെ ഇത് നമ്മുടെ കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത മിനി കലണ്ടേഴ്സ്, എന്നിട്ട് കളർ കൊടുത്തത്, അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അതാ വീണ്ടും അത് ഞാൻ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കവറിലാണ് ഇടുന്നത്. അധികവും സാധനങ്ങൾ എനിക്ക് തോന്നുന്നു പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കവറിലാണുള്ളത്. അതിൽ കലണ്ടറും അതുപോലെ നമ്മൾ നേരത്തെ ഇട്ട സംഭവമൊക്കെ ഉണ്ട്. ഇതാണ് ആക്ച്വലി ഞാൻ പോസ്റ്ററായിട്ട് വിചാരിച്ച സംഭവം കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെലഡി മുട്ടായില്ലേ അതിൻ്റെ കവറാണ്. എനിക്ക് പിന്നെ എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വെക്കുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ ആവശ്യത്തിലുള്ള ഒന്നും സൂക്ഷിക്കാറില്ല കേട്ടോ. പിന്നെ കുറച്ച് ഗ്രിഡും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അതിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ഗ്രിഡായിരുന്നു, ഒരു വയലറ്റ് കളറിലെ ഹൈലൈറ്റർ മൊത്തവും ഞാൻ ഇതിന് വേണ്ടിയിട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രിഡും ഇതിൽ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ അതൊരു മോട്ടിവേഷണൽ കോട്ട്സൊക്കെയാണ്, കുറച്ച് കോട്ട്സ് എഴുതിയിട്ടൊരു ബുക്ക് പോലെ ആക്കിയതാണ്. പിന്നെ നമ്മുടെ സ്ലിപ്പുകളായിരുന്നു, വേർഡ് സ്ലിപ്പ്, അത് ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു വേറൊരു ടൈപ്പ് ഓഫ് സ്ലിപ്പ്, അതായത് കളറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാം നമ്മൾ ഓരോരോ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ജേണലും അതുപോലെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.